മാഡം, അപ്പം മാഡവും സാറും കൂടെയാണോ ടൂർ പോയത്? അയ്യോ, അതെന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നേ? ഓ, മനസ്സിലായി. ആചാരം അനുസരിച്ച് ഇപ്പം വീട്ടിലോട്ട് കയറാൻ പറ്റില്ലല്ലോ അല്ലേ? എന്നാലും സാർ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അല്ല പിന്നെ എന്നോടൊന്നും പറയണ്ടേ? അയ്യോ സാറേ. എന്താണ്? ഒന്നുമില്ല സാറേ. സാറ് ഞാൻ കരുതുന്ന പോലെയൊന്നും അല്ല. താൻ എന്നെ കുറിച്ച് എന്താ കരുതിയേ? സാറ് ഒട്ടും റൊമാൻറ്റിക്കലെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പം സാർ എന്റെ കണക്കൂട്ടില് മൊത്തം തകർത്ത് കളഞ്ഞല്ല. കൊച്ചു പിള്ളേരെ പോലെയല്ലേ ഫിയാൻസിയായിട്ട് കറങ്ങുന്നത്. തനിക്കെന്തോ വട്ട് പിടിച്ചോ? പിന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടാ പിന്നെ വട്ട് പിടിക്കാണ്ടിരിക്കുവോ? എന്നാലും ഗാഥമാടത്തിന് ഇങ്ങനെ കാറിൽ തന്നെ ഇരുത്തണ്ടായിരുന്നു സാറേ. ഗാഥ മേഡോ? ഏത് ഗാഥ? എനിക്കൊന്നും അറിഞ്ഞൂടെ. സാർ ഒരു കാര്യം ചെയ്യും, ആ മാഡത്തിനെ വീട്ടിൽ കൊണ്ട് വിടാൻ നോക്കും. താൻ ആരുടെ കാര്യം പറയുന്നത്? ദേ, എന്നെ ഒരുപാട് പരീക്ഷിച്ചാലുണ്ടല്ലോ എല്ലാരും കേൾക്കാൻ ഞാൻ വിളിച്ചു പറയും സാറ് ടൂർ പോയതേ ഗാഥാ മാഡത്തിനെയും കൊണ്ടാണെന്ന്. ബിസിനസ് ടൂറിന് ഗാഥയും കൂട്ടിയിട്ട് എടോ തന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഭ്രാന്ത് വിളിച്ച് പറയില്ലല്ലോ. അപ്പൊ പിന്നെ വണ്ടി ഇരിക്കുന്ന പെണ്ണേതാ? ഗാഥാ മാഡത്തെ കണ്ട എനിക്ക് അറിഞ്ഞുകൂടെ? ഏത് വണ്ടിയില്? ആരുടെ വണ്ടിയില്? അങ്ങനെ സാറ് പുണ്യാളനാവണ്ട. അങ്ങനെയാണെങ്കിൽ ഗാഥാ മാഡത്തിന് എല്ലാരെയും കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. ഇപ്പൊ കാണിച്ചില്ല. ഇവനിതെന്താ പറ്റിയത്? എന്താണോ? ഇത്രയും നേരം സാറ് കാണാത്ത ഗാഥാ ശ്രീനിവാസനെ ഞാൻ കാണിച്ചു തരാൻ പോകും. നോക്കണം സാർ. നോക്കണം സാർ. എവിടെ? സൂക്ഷിച്ച് നോക്കണം സാറേ. താൻ തന്നെ നോക്ക്. ഇതെവിടെ പോയി? താനൊന്ന് മരുന്ന് കഴിച്ചില്ലേ? കഴിച്ചു സാറേ, എല്ലാം കൃത്യമായിട്ട് കഴിച്ചു. അപ്പൊ ഡോസ് കൂടി പോയതാ. ഇനി ശ്രദ്ധിച്ചാ മതി. എന്റെ പൊന്നു സാറേ, ഞാൻ ശരിക്കും കണ്ടതാന്നേ. ഇനി തന്നെ കൂടെ നിർത്തണോ വേണ്ടയോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏതായാലും ഗാഥയെ കാണുമ്പോൾ ഞാൻ പറയാം. എനിക്ക് മുഴുവൻ നേരവും ഗാഥാ ശ്രീനിവാസനെ ഓർക്കാൻ സമയമില്ലെങ്കിലും എന്റെ അസിസ്റ്റന്റ് അത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടെന്ന്. മരക്കഴുത. അല്ല സാറേ, ഞാൻ എവിടെ പോയി?